ഒരു 50-ൽ കൂടുതൽ ആളുകളെ പ്രത്യക്ഷത്തിൽ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ പ്രശ്നമാണ്. കേരളത്തിൽ ഒരു വർഷം ശരാശരി ഒരു 1600ഓളം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ആ മുങ്ങി മരിക്കുന്നതിൽ 90% പേരും നീന്താൻ അറിയുമെന്ന് കരുതുന്നവരാണ്. ഒരു തവണ ഒരു 4 പേർ അപകടത്തിൽപ്പെട്ടു. ഒരു 18 പേരടങ്ങുന്ന ഗ്രൂപ്പ് വന്നതായിരുന്നു. അതും വിദ്യാർത്ഥികളാണ്, പുറത്തുനിന്ന് വന്നവരാണ്. അപകടത്തിൽപ്പെട്ടു. ജലാശയങ്ങളിൽ ഒരു ജീവനും ഇനി മുങ്ങിത്താഴാതിരിക്കാൻ, ജലാശയങ്ങളിൽ മുങ്ങിത്താഴുന്ന ഓരോ ജീവനെയും കോരിയെടുക്കാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കാനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് കണ്ണൂർ പയ്യാമ്പലത്തെ ലൈഫ് ഗാർഡായ ചാൾസൺ ഏഴിമല. ജലാശയങ്ങളിൽ മുങ്ങിത്താഴുമായിരുന്ന 100ഓളം പേരെയാണ് ചാൾസൺ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. ഇന്ത്യയിലും പുറത്തുമായി 16,000 ശിഷ്യന്മാരാണ് നീന്തൽ രംഗത്ത് ചാൾസനുള്ളത്. എൻ്റെ പേര് ചാൾസൺ ഏഴിമല. ടൂറിസം വകുപ്പിന് കീഴിൽ ലൈഫ് ഗാർഡായിട്ട് കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലം ബീച്ചിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഒരു 50-ൽ കൂടുതൽ ആളുകളെ പ്രത്യക്ഷത്തിൽ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2 തവണ 2012, 13, 13, 14 കാലയളവുകളിൽ 2 വർഷം കേരളത്തിലെ മികച്ച ലൈഫ് ഗാർഡിനുള്ള അവാർഡ് നേടാനായിട്ട് ദൈവം സഹായിച്ച് സാധിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. കേരളത്തിൽ ഒരു വർഷം ശരാശരി ഒരു 1600ഓളം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ആ മുങ്ങി മരിക്കുന്നതിൽ 90% പേരും നീന്താൻ അറിയുമെന്ന് കരുതുന്നവരാണ്. അപ്പോൾ അത് ഒരു അവയർനെസ് വളരെ പ്രധാനമാണ്. പഴയ കാലങ്ങളിൽ പോലെയല്ല. പഴയ കാലത്തുള്ളൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 80, 90, ഒരു 30, 40 വർഷം മുമ്പുള്ളൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 5, 6, 7, 8, 10 മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ജലാശയങ്ങളിലേക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ അവർ പറഞ്ഞു വിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലും അപ്പനെ അമ്മയോ അവരുടെ കണ്ണ് വെട്ടിച്ചാണെങ്കിലും എങ്ങനെയെങ്കിലും പോയിട്ട് കുളത്തിൽ ചാടിയോ നീന്തിയോ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴുള്ള അതിന് ശേഷം ഉണ്ടായൊരവസ്ഥയെന്ന് പറയുന്നത് രക്ഷിതാക്കൾ നിയന്ത്രണം ഏർപ്പെടുത്തി. കുട്ടികളെ അങ്ങോട്ട് വിടാനായിട്ട് 1, 2 മക്കളായി കഴിഞ്ഞപ്പം അവരെ വെള്ളത്തിലേക്ക് അങ്ങനെ കുളങ്ങളിലേക്ക് വിടാത്തൊരവസ്ഥയുണ്ടായി. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ടും കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ. മൊബൈലിലേക്ക് മാറി. ഒരു 5 മിനിറ്റെങ്കിലും വെള്ളത്തിൽ നമുക്ക് സർവൈവ് നിൽക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം, ആ ഒരു കഴിവ് നമ്മൾ നേടിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റൂ. തൊള്ളായിരത്തി വ്യത്യസ്തമായ നീന്തൽ പരിശീലനങ്ങളും ബോധവൽക്കരണ പരിപാടികളുമായിട്ട് നിലവിൽ നടത്തിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ തന്നെ രൂപപ്പെടുത്തിയ 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. 1 കിലോമീറ്ററൊക്കെ 1, 2 കിലോമീറ്റർ ആയാസരഹിതമായി നീന്താൻ പ്രാപ്തമാക്കുന്നൊരു ഐറ്റം. അത് ഈ ഫയർഫോഴ്സിനോ പോലീസിനോ കിട്ടിക്കഴിഞ്ഞാൽ വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ളത് എനിക്കറിയാം. വെള്ളത്തിലൊരു മത്സ്യം കളിക്കുന്നത് പോലെ രൂപപ്പെടുത്തി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു ഐറ്റം. വേൾഡിലെവിടെയില്ല ഞാൻ തന്നെ രൂപപ്പെടുത്തിയൊരു മെത്തേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഐറ്റം ഇങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ ഫയർ ഓഫീസറും ഷനിത് സാറും അന്നത്തെ ജില്ലാ ഓഫീസർ രാജ്കുമാർ സാർ 2 പേരും കൂടി ഞങ്ങളിങ്ങനെ സംസാരിച്ച് നീങ്ങിയപ്പം നമുക്കൊരു പരിശീലനം ഇങ്ങനെ വേണം എന്നൊരാഗ്രഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ആദ്യം അവർക്ക് ടൗൺ സ്റ്റേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 18 പേർക്ക് ഉള്ളൊരു പരിശീലനം ആരംഭിച്ചു. 5ാമത്തെ ദിവസം തന്നെ അവരെല്ലാവരും 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം പെരുമ്പാപ്പുഴ, കവ്വായി കായൽ, പയ്യാമ്പലം കടൽ അതൊക്കെ എൻജോയ് ചെയ്തിട്ട്, കാരണം സൗണ്ട് സിസ്റ്റമൊക്കെ ഞങ്ങൾ ബോട്ടിൽ കൊണ്ടുപോയി പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഡാൻസ് കളിച്ചിട്ടായിരുന്നു നീന്തൽ അങ്ങനെ വരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് തന്നെ പറഞ്ഞു, പയ്യന്നൂർ സ്റ്റേഷനും തളിപ്പറമ്പ് സ്റ്റേഷനും പറഞ്ഞു അവർക്ക് ഇത് വേണം. ഇത് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട്. എന്താണ് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ ട്രെയിനിങ്ങുകൾക്കെല്ലാം പെൻഡിങ് വരും. ഞാൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പം എൻ്റെ പരിശീലന പരിപാടികളൊക്കെ ഇവിടുന്ന് സ്ലോയിൽ നിൽക്കും. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പെൻഡിങ്ങിലാവും. എന്നിരുന്നാലും ഞാൻ ആവേശപൂർവ്വം ഓക്കെ പറഞ്ഞു. അവർക്ക് കായലിൽ വെച്ചിട്ടായിരുന്നു. രാവിലെ 6 മണിക്ക് തന്നെ തുടങ്ങും. ആലക്കോട് തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ എല്ലാവരും രാവിലെ സിവിൽ ഡിഫൻസുകാരും ഫയർഫോഴ്സും എല്ലാം അവരുടെ വാഹനങ്ങളിൽ അവിടെ എത്തും. വളരെ ചിട്ടയായിട്ട് അതും ഈ പറഞ്ഞതുപോലെ 5ാമത്തെ 6ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എല്ലാവരും 1.5 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് ചെയ്തു. അവരെയും ഈ കായൽ ക്രോസിങ്ങും റിവറും കടലും ഒക്കെ അവരെയും ചെയ്യിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂർ, ഇരിട്ടി 4 സ്റ്റേഷന് വേണമെന്ന് പറഞ്ഞു. അത് ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ പൂളിൽ വെച്ചിട്ട് അവിടുത്തെ കൊടുത്തു. അവരെയും ഇതേപോലെ തന്നെ മമ്പറം പുഴയിലൊക്കെ ദീർഘദൂരം നീന്തിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു.
അതിനുശേഷം ഇപ്പം പിന്നീട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇതെല്ലാം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊരു ഡോക്ടറേറ്റ്, അതായത് വാഷിങ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയിരുന്നു, ഓണററി ഡോക്ടറേറ്റ് കിട്ടി. കാരണം ഈ അവയർനെസ് പ്രോഗ്രാമുകളും നീന്തൽ രംഗത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പരിഗണിച്ചിട്ടാണ് തന്നത്. അപ്പോൾ അതിൻ്റെ കിട്ടി വന്നതിൻ്റെ മുറയ്ക്ക് ഈ തലശ്ശേരി അവരുടെ ഒരു കൂട്ടായ്മ എനിക്കൊരു സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഇനിയും ഇങ്ങനെ ആയാസരഹിതമായ ദീർഘദൂരം നീന്താനുള്ള ഒരു പരിശീലനം ഞാൻ തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5 പേരടങ്ങുന്ന ടീം വന്നു. അവരതിനകത്ത് വനിതകൾ 3 വനിതകൾ 2 പുരുഷന്മാരുമായിരുന്നു. അവർക്കത് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് സിവിൽ ഡിഫൻസുകാർ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ സന്നദ്ധമായിട്ട് ഒരു വോളണ്ടിയർ വർക്കാണ് ചെയ്യുന്നത്. 1 രൂപ വേതനം ലഭിക്കാതെ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, വയനാടിനുണ്ടായ ദുരന്തത്തിലൊക്കെ വളരെ 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 വലിയ ഇടപെടലാണ് ഫയർഫോഴ്സിൻ്റെ കൂടെ നിന്ന് വലിയൊരു കരുത്താക്കിയിട്ട് അവരുടെ പിന്നിൽ അണിനിരുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു കഴിവ് ഈ രംഗത്ത് നമ്മളാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഒരു അസറ്റാണ്, സമൂഹത്തിന് കിട്ടുന്ന ഒരു അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുത്തു. അവരെ ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് 5 വനിതകളെ വെച്ചിട്ട്, കാരണം അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ചെയ്യുക, ഒരു 1.5 കിലോമീറ്റർ, 1 കിലോമീറ്ററാണ് പറഞ്ഞത്, 1/2 കിലോമീറ്ററും കൂടി അധികം ചെയ്യേണ്ടി വന്നു. കാരണം ഉദ്ഘാടകൻ വരേണ്ട സമയമായില്ലായിരുന്നു നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 കിലോമീറ്ററും കൂടെ അധികം പിന്നെ അവിടെ കിടന്നങ്ങ് ചെയ്തു. അപ്പോൾ അന്നേരം ആലോചിക്കുക, 1/2 കിലോമീറ്ററൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പറയുന്നല്ലോ എന്ന്. അതല്ല, അതിൽ കൂടുതൽ ചെയ്യാം. 1.5 എന്നുള്ളത് 3 കിലോമീറ്ററും ചെയ്യാൻ പ്രാപ്തമാക്കി എടുക്കുന്നതാണ് നമ്മളവർ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉണ്ടായിരുന്നൊരു അനുഭവം എന്ന് പറയുന്നത് 6 വയസ്സുള്ള ഒരു മോനെയായിരുന്നു. അത് നേവിയിലെ ഒരു മെഡിക്കൽ ഓഫീസറുടെ പ്രഭു എന്ന് പറയുന്ന ഒരു ഓഫീസറുടെ മകനാണ് ഡാരിയസിനെയും കൊണ്ട് ഇതേപോലെ അന്നും അതെല്ലാം ഒരു നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് ചെയ്തതാണ്. അതായത് ഒരു വീട്ടിലൊരു കാവൽ മാലാഖ എന്നുള്ള നിലയിലേക്ക്, അതായത് ഒരു വീട്ടിൽ എല്ലാവരും നീന്താൻ പഠിച്ചിരിക്കുക, ഒരാളെങ്കിലും CPR ഉൾപ്പെടെ കൊടുക്കാൻ പഠിച്ചിരിക്കുക എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ മോനെ കൊണ്ട് വ്യത്യസ്തമായ നിലയിലേക്ക് പുഴയും കായലും കടലും, എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ ബീച്ചുകളിലും കടകളിലും പോയിട്ട് 2, 3, 4 കിലോമീറ്ററൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ സമാപനം പയ്യാമ്പലം ബീച്ചിൽ വലിയ സംവിധാനത്തോടു കൂടി തന്നെ പയ്യാമ്പലം ബീച്ചിൽ ഒരു 4.5 കിലോമീറ്റർ ഡാരിയസ് പ്രഭുവിനെ നീന്തിച്ച് വലിയൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യത്യസ്തമായ പരിപാടികൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നീന്താൻ പഠിക്കേണ്ടുന്നവർക്കൊരു പ്രചോദനം, അതിൻ്റെ ആവശ്യകത സംബന്ധിച്ചുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് നടത്തുന്നത്. എനിക്ക് സ്വയം രക്ഷപ്പെടേണ്ട വിദ്യ മാത്രമേ അറിയാത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സെൽഫായിട്ടുള്ള കോൺഫിഡൻസ് കിട്ടിയതുകൊണ്ട് എത്ര ആൾ മുമ്പിലുണ്ടെങ്കിലും അവരെ ഒന്ന് സേവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇപ്പം കിട്ടുന്നുണ്ട്. ഇവിടെ ചാൾസൺ സാറിൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിന് കൂടിപ്പോയ ഒരു 2 ആഴ്ച കൊണ്ടാണ് നമ്മൾ ശരിക്കും സ്വിമ്മിങ് പഠിച്ചത്. ഞാൻ സ്വിമ്മിങ് അറിയാമെന്നുള്ള ഒരു തെറ്റായ ധാരണയിലൂടെ വന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ പഠിച്ചത്. ഞാൻ നീന്തുന്നതൊന്നുമല്ല നീന്തൽ, അതിനെക്കാട്ടും ഏറ്റവും സിമ്പിളായിട്ട് വെള്ളത്തിന് അത്രയും ഒരു ഫ്രണ്ടായി കണ്ടിട്ട് നമുക്ക് നീന്താം. പിന്നെ അത്രയും ടഫല്ല, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ നീന്തൽ പഠിച്ചതിനെ കൊണ്ട് ഇപ്പം നമ്മൾ മുങ്ങി മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം അഥവാ ഇനി എന്തെങ്കിലും ഒരു അപകടവും കാര്യവും വന്നാൽ അവരെ ഇറങ്ങി നമുക്ക് രക്ഷിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാൾസൺ സാറിൻ്റെ കീഴിൽ സ്വിമ്മിങ് പഠിച്ചിട്ട് ഇപ്പോൾ 1 വർഷമാറായി. അത് ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെള്ളത്തിലോട്ട് എന്താ പറയുക സ്വിമ്മിങ്ങിന് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നത് ചാൾസൺ സാറാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് പൂളിൽ ഇറങ്ങിയത് പോലും ചാൾസൺ സാറിൻ്റെ സ്വിമ്മിങ് അക്കാഡമിയിലെ പൂളിലാണ്. അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക് വെള്ളത്തിന്. മുതൽ ചാൾസൺ സ്വിമ്മിങ് അക്കാഡമി എന്നുള്ളൊരു പേരിൽ തുടങ്ങി അതിൻ്റെ ആ ലേബലിലാണ് പിന്നെ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. ഒരു ട്രസ്റ്റാക്കി രൂപീകരിച്ച് അങ്ങനെയാണ് പരിപാടികൾ നടത്തി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പെരുമ്പാപ്പുഴയിൽ ജലശൃംഖല എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചു. നീന്താൻ അറിയാത്തവരെയും അറിയുന്നവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജലശൃംഖല, പുഴയ്ക്ക് കുറുകെ ഒരു ജലശൃംഖല തീർക്കുന്ന ഒരു പരിപാടി. ഒരു വേറൊരു പരിപാടിയോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ട് ചെയ്തതായിരുന്നു. മറ്റൊന്ന് ഉക്രൈൻ റഷ്യ യുദ്ധത്തോടനുബന്ധിച്ച് ആ സമയത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചിട്ട് കവ്വായി കായലിൽ
കടൽ ജലശയനം സംഘടിപ്പിച്ചു. ഒരു തവണ ഒരു 4 പേര് അപകടത്തിൽപ്പെട്ടു. ഒരു 18 പേരടങ്ങുന്ന ഗ്രൂപ്പ് വന്നതായിരുന്നു. അതും വിദ്യാർത്ഥികളാണ്, പുറത്തുനിന്ന് വന്നവരാണ്. അപകടത്തിൽപ്പെട്ടു. ആ സമയത്തും ആ രക്ഷാപ്രവർത്തനവും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. 18 പേരോളം ഉണ്ടായിരുന്നു. ഇവർ കരയ്ക്ക് വന്ന് നിന്നപ്പോഴേ ഞാൻ പറഞ്ഞു, കടൽ നല്ല റഫാണ്. കരയ്ക്ക് വന്ന് നിന്നപ്പോഴേ ഞാൻ ചെന്നുകൊണ്ട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇറങ്ങരുത്, കളിക്കരുത്, ഇങ്ങനെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവർ സെൽഫി എടുത്ത് കളിച്ച് എല്ലാവരും പരസ്പരം തമാശയും കളിയും കളിച്ച് നിന്നേച്ച് പെട്ടെന്ന് അധികം ദൂരം പോകണ്ട, വെട്ടടുത്ത് തന്നെയായിരുന്നു. എല്ലാവരും ഇറങ്ങി കുറച്ച് കളിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ ചെന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന്, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 4 പേരും നന്നായിട്ടങ്ങ് വിട്ടുപോയി. അതിനകത്ത് ഓരോരുത്തരായിട്ട് എനിക്ക് പെട്ടെന്ന് അവർക്ക് കാലിലെത്തുന്ന വെള്ളത്തിലേക്കൊന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റി. ഒരാൾ കൂടുതലായിട്ട് പോയി. അത് ബുദ്ധിമുട്ട് വന്നില്ല, പെട്ടെന്ന് തന്നെ കിട്ടിയെങ്കിലും ആൾ പെട്ടെന്ന് പേടിച്ചിട്ടാണോ ബോധം അങ്ങ് പോയി. എന്തായാലും ആളെ രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നെ ഉണ്ടായത് ഒരു അനുഭവം ചാൽ ബീച്ചിലായിരുന്നു. അതും ഇതേപോലൊരു വലിയൊരു അനുഭവം. അതും ഞാൻ ഒറ്റയ്ക്കാണ്. ഇതെല്ലാം പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള സമയങ്ങളിലാണ്. അത് ഹൈ റിസ്ക്കാണ്. നമുക്കങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ അടുത്ത നിലയിൽ പണയം വെച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ്. ചാൽ ബീച്ചിൽ ജോലി ചെയ്യുമ്പോൾ ഒരു അമ്മയും അതും ഇതേപോലെ കുറച്ച് ഒരു 8-10 പേരടങ്ങുന്ന ടീമാണ്. അവർ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് മുതിർന്ന ഒരു സ്ത്രീ അവിടെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നു, ഇതിൻ്റെ അപകട സാധ്യതയെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായിട്ട് അവിടെ നിന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം 1 മണിക്കൂറോളം അവർ കളിക്കുന്നുണ്ട്. ഈ ലേഡി എൻ്റെ അടുത്തിരുന്ന് ഈ കഥകളെല്ലാം പറയുന്നത് കേട്ട് അവിടെ ഇരുന്നു. അങ്ങനെ മറ്റവരെ വിളിക്കാൻ വേണ്ടി പോയതായി. മറ്റ് കളിച്ചുകൊണ്ടിരുന്നവരെ വിളിച്ച് അവിടെ അവർ പോകാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ ഇവർ കളിച്ചിട്ട് ബാക്കി എല്ലാവരും ഈ പോയ സ്ത്രീനെ വെള്ളം കോരി ഒഴിച്ച് നനച്ചു. അപ്പോൾ ഇവരും കൂടി ഇറങ്ങി കുറച്ചങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പ് കറണ്ട് ഉണ്ട്. ഇതിനകത്തേക്ക് പെട്ടുപോയി. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നി അപകടത്തിൽ പെട്ടു എന്ന്. പക്ഷേ അവരൊരു സഹായം ആവശ്യപ്പെടാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളും അതിനകത്ത് 2 സ്ത്രീകളും ഒരു അമ്മയും മക്കളും തന്നെയാണ്. ഇവരൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടെന്നറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എനിക്ക് തോന്നി അപകടത്തിൽ പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവർ സഹായം ആവശ്യപ്പെട്ട് വേഗം ചെല്ലുമ്പോൾ ആദ്യം ചെന്തപാട് ഞാൻ ആദ്യം മുങ്ങിയിട്ട് അതിനകത്ത് ഈ 18 വയസ്സുള്ള മോനെ മുങ്ങി അടി ചെന്നിട്ട് പൊക്കി ഒരു സൈഡിലേക്ക് വിട്ടേ. 3 പേരേ ഉണ്ട്. 3 പേരെ രക്ഷിക്കണ്ടേ. തെള്ളി. അപ്പം കുറച്ചങ്ങ് ഫ്ലോട്ടായി വന്നു. കടലാകുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് ഫ്ലോട്ടായി നിൽക്കും. രണ്ടാമത് ആ പെൺകുട്ടീനെ അതേപോലെ തന്നെ മുങ്ങി പിടിച്ചൊന്ന് തെള്ളി അങ്ങോട്ട് ഇളക്കി വിട്ട്. അങ്ങനെ ഈ മറ്റവരെയും കൊടുത്തു. മുതിർന്ന അവരെന്ന് പറയുന്നത് നല്ല തടിയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അങ്ങനെ 2 റൗണ്ടിലായിട്ട് ഇവരെ അങ്ങനെ ഹെൽപ്പ് ചെയ്തു. എന്തോ ഒരു കാര്യമായൊരു ഗുണമുണ്ടായെന്ന് പറയുന്നത്, ഇവരാരും പരസ്പരം പിടിക്കുകയോ എന്നെ പിടിക്കുകയോ ചെയ്തില്ല. എൻ്റെ സഹായം അവർ തേടിയതല്ലാതെ അവർ പരസ്പരം പിടിക്കുകയോ എന്നെ ശല്യം ചെയ്തു. എന്നെ പിടിച്ചെങ്കിലും ബുദ്ധിമുട്ടാണ്. എനിക്ക് അതേപോലെ ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോൾ ഒരാളിനെ കിട്ടും, ബാക്കി 2 പേര് പോയേക്കാം. അങ്ങനെ കൊണ്ടുവന്നു. അവസാനം അത് മറ്റേ മുതിർന്ന ലേഡി നല്ലോണം പേടിച്ചു. അവസാനം കാലിൻ്റെ മുട്ടിനൊപ്പം വെള്ളത്തിൽ വന്നിട്ടും അവർ കാല് നിലത്ത് കുത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ. ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിൽ പടപ്പക്കര എന്ന് പറഞ്ഞ പ്രദേശത്താണ് ജനിച്ചത്. അപ്പൻ അവിടെ ഒരു കരിമണൽ ഫാക്ടറിയിലെ അവിടുത്തെ ഒരു കോൺട്രാക്റ്റായിരുന്നു. വല്യപ്പച്ചൻ്റെ മരണശേഷം അപ്പച്ചനായിരുന്നു അവിടെ ആ ജോലി നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് കണ്ണൂരേക്ക് ഏഴുമലയിലേക്ക് കുടിയേറി വരികയാണുണ്ടായത്. കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് അമ്മയെ സഹായിക്കാൻ മത്സ്യബന്ധനത്തിൽ ഇടപെടേണ്ടുന്നൊരു സാഹചര്യം വരികയും അങ്ങനെയാണ് നീന്താൻ പഠിച്ചു തുടങ്ങുന്നതും. മണൽവാരൽ തൊഴിലാളിയായിട്ട് ഒരു 7-8 വർഷം, അതും ജീവനോപാധി ആയിട്ട് വലിയ തോതിൽ അതിനെ ആക്കി. നല്ല അധ്വാനം. അതൊക്കെ ആ സമയത്തൊക്കെ പറഞ്ഞാൽ അതിശയകരമായിട്ട് തോന്നും. 350 അടി മണൽ വെള്ളത്തിനടിയിൽ പോയി മുങ്ങി വാരി കരയ്ക്ക് കൊണ്ടുവന്ന് കോരിപ്പിടിച്ച് ആളുകൾക്ക് കൊടുക്കും. 35-ാമത്തെ വയസ്സിലാണ് ലൈഫ് ഗാർഡായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ 52 വയസ്സായി. 17-18 വർഷക്കാലം ആയി ലൈഫ് ഗാർഡായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് അതിലൂടെയാണ് ആ ലൈഫ് ഗാർഡായി പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് അപകട സാധ്യതകൾ കുറയ്ക്കാൻ ഈ ഒരു നീന്തൽ പരിശീലനം എന്നുള്ളതിലേക്ക് വരുന്നത്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു തരത്തിലേക്കാണ് ഈ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ആൾ പറയും, ആനയ്ക്കാനയുടെ വിലയറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ച് പറയുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു മേഖല അതിൻ്റെ വലിപ്പം വളരെ വലുതാണെന്ന് എനിക്ക് തിരിച്ചറിയത്തില്ല. എനിക്കതറിയാം. എൻ്റെ ഗൗരവം വളരെ മനസ്സിലായി. കാരണം ഇപ്പം നീന്തൽ പരിശീലനം നടത്തുന്നത് പോലും
ലോകത്ത് എവിടെയും ഇങ്ങനൊരു സംവിധാനം, ഇങ്ങനൊരു പരിശീലന രീതി, ഇങ്ങനൊരു പഠനം ഇത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് എനിക്കറിയാം. കായലും പുഴയും കടലും തുടർച്ചയായി നീന്തി അതിൻ്റെ ഒരു URF യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം 100 മിനിറ്റ് കൊണ്ട് 124 പേരെ നീന്താൻ പഠിപ്പിച്ച് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം സാധു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ വീർ പുരസ്കാർ 2014 ലഭ്യമായി. അതിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നീന്തൽ ബോധവൽക്കരണ പരിപാടികൾ നിരവധിയായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഭാര്യ സുമ പയ്യന്നൂർ മുനിസിപ്പൽ വർക്കറാണ്, ഇപ്പോൾ CLR ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൻ എന്നോടൊപ്പം തന്നെ ഉണ്ട്, കോസ്റ്റൽ പോലീസിലാണ്. DNS ഒക്കെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് മർച്ചൻ്റ് നേവിയിലൊരു 18 മാസമൊക്കെ പോയിരുന്നു. ഇപ്പം വീണ്ടും കോസ്റ്റൽ പോലീസിൽ കോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം എന്നോടൊപ്പം എല്ലാ ദിവസവും രാവിലെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പരിശീലന സമയത്ത് ഞാൻ മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ ആ പരിശീലനത്തിലേർപ്പെടും. ആ പോലീസ് അക്കാഡമിയിൽ വെച്ച് ആ ട്രെയിനിങ് സമയത്ത് ബെസ്റ്റ് ഇൻഡോറായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. നന്നായിട്ട് എന്നെപ്പോലെ തന്നെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നൊക്കെ സർവ്വ പിന്തുണയുമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മകൾ ജാസ്മിൻ ചാൾസനാണ്. മോൾ അറബിക്ക് അധ്യാപികയാണ്. ഇപ്പോൾ 6 വർഷമായി. 3 വർഷം ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു രൂപതേണ്ട. ഇപ്പം PSC കിട്ടി. ഇപ്പം വെള്ളൂർ സ്കൂളിൽ, പയ്യന്നൂർ വെള്ളൂർ സ്കൂളിൽ ജോലി ചെയ്യുകയാണ്. 2 പ്രളയകാലത്തും നമ്മളാൽ കഴിയുന്ന ഇടപെടലുകൾ ആ രംഗത്ത്, രക്ഷാപ്രവർത്തന രംഗത്ത് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ക്രിസ്തു കടലിന് മീതെ നടന്ന് ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തിയൊരു അനുഭവം ഉണ്ടല്ലോ എന്ന് പറയും പോലെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായിട്ട് നീന്തി അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. നീന്തൽ പരിശീലനത്തിലൂടെയും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിലൂടെയും തൻ്റെ ജീവിതം തന്നെ സുവിശേഷ പ്രഘോഷണമായി മാറ്റിയിരിക്കുകയാണ് ചാൾസൺ ഏഴിമല.